ട്യൂബുലർ ബാറ്ററി മാറ്റിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ തന്നെ ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ക്രാങ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ആക്ച്വലി ഇത് ഫോക്ക് ലിഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്. 6 അംഗ MPPR ബന്ധം എന്താ വെച്ച് കഴിഞ്ഞാല് NPP ബാറ്ററീസ് ഇത് വിയറ്റ്നാം ബേസ്ഡ് ആണ്. ആക്ച്വലി വിയറ്റ്നാമിലാണ് മാനുഫാക്ചറിങ്. അതുകൂടാണ്ട് മറ്റുള്ള പല ചൈനയിലും മറ്റുള്ള പല കൺട്രീസിലും ഇത് ഓൾറെഡി വേൾഡ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. 6 വോൾട്ടിൽ 3.2 AH തുടങ്ങി നമുക്ക് 200 AH വരെയുള്ള ബാറ്ററീസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് വാഹനങ്ങൾക്കല്ല, അത് മെയിനായിട്ട് ഈ UPS ഉപയോഗിക്കുന്നതാണ്. പിന്നെ മെഡിക്കൽ എക്യുപ്മെന്റ്സിന് യൂസ് ചെയ്യുന്നതാണ്. വെയിങ് സ്കെയിലിനുള്ള വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നോർമലി ഇത് ആ മാതിരി എക്യുപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററീസ് ആണ്. ഈ ടൈപ്പുകളും എല്ലാം അതേ രീതിയിൽ എല്ലാം കൂടുതലും വരുന്നത് UPSന്റെ പർപ്പസിന് വേണ്ടിയിട്ട് വരുന്നതാണ്. ഇത് 26 AH ആണ്, ഇത് 42 AH ആണ്. എന്താണ് സാർ ഈ 6 അംഗ എന്ന് പറയുന്ന ഒരു ബ്രാൻഡും ഈ NPP ആയിട്ടുള്ള എന്താണ് അതിന്റെ ഒരു 6 അംഗ MPPR ബന്ധം എന്താ വെച്ച് കഴിഞ്ഞാല് NPP ബാറ്ററിയുടെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇന്ത്യയില് മാനുഫാക്ചർ ചെയ്ത് വരുന്ന ഒരു ബ്രാൻഡാണ് 6 അംഗ എന്ന് പറയുന്നത്. ഇതിന് വേണ്ടി വരുന്ന എല്ലാ സെൽസ്, BMS മുതലായ എല്ലാ ഘടകങ്ങളും ഈ ലിഥിയം ബാറ്ററിയുടെ അതിന് വേണ്ട എല്ലാം NPP ആണ് സപ്ലൈ ചെയ്യുന്നത്. NPP തന്നെയാണ് ഇത് ആഫ്റ്റർ പ്രൊഡക്ഷൻ ഇത് മാർക്കറ്റ് ചെയ്യുന്നതും NPP ആണ്. ആക്ച്വലി ഇത് ബേസിക്കലി NPPയുടെ പ്രൊഡക്റ്റ് എന്ന് തന്നെ നമുക്ക് തന്നെ പറയാൻ പറ്റും. ഇതിന്റെ വാറന്റി ഒക്കെ എങ്ങനെയാണ്? വാറന്റി 5 year ആണ് വരുന്നത്. അത് സർവീസ് വാറന്റി ആണ് വരുന്നത്. ആക്ച്വലി ഓൾ കേരള നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ്. ട്രിവാൻഡ്രത്ത് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്, കാലിക്കറ്റ് ഉണ്ട്, എറണാകുളത്തുണ്ട്. 3 ഏരിയ നിന്നിട്ടാണ് ഓൾ കേരള നമ്മൾ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളിത് ഏതൊക്കെ മോഡലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്? ഇതില് 12 വോൾട്ട് 100 AH തുടങ്ങി 12 വോൾട്ടിന്റെ റേഞ്ച് വരികയാണെങ്കിൽ 12 വോൾട്ട് 100 AH, 12 വോൾട്ട് 150 AH, അതുപോലെ 12 വോൾട്ട് 200 AH. ആ 3 റേഞ്ചാണ് 12 വോൾട്ടിൽ വരുന്നത്. അതേമാതിരി തന്നെ ഈ ഒരു മോഡൽ വരുന്നത് 25 വോൾട്ടിന്റെ ബാറ്ററിയാണ് വരുന്നത്. അത് ഇപ്പോ 100 AH ആണ്. കസ്റ്റമേഡ് ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിപ്പോ 200 AH വേണമെന്ന് പറഞ്ഞാലും നമ്മളത് അവൈലബിൾ ആണ്. 200 AH നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ ഒപ്പോ? അല്ല, ഇതില് 12.8 വോൾട്ടിൽ 200 AH ഓൾറെഡി വരുന്നുണ്ട്, നോർമലി വരുന്നുണ്ട്. ഈ ഒരു മോഡല് തുടങ്ങിയാണ് 24 വോൾട്ട് തുടങ്ങിയാണ് നമുക്ക് 200 AH കസ്റ്റമേഡ് ആയിട്ട് വരുന്നത്. മൊബൈൽ വഴി നമുക്ക് ആപ്പിൽ കൂടെ നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻക്ലൂഡിങ് ഓരോ സെല്ലിന്റെ വോൾട്ട് എത്രയാണെന്നുള്ള കാര്യം കാണാൻ പറ്റും. ബാലൻസിങ് എന്താണ്, ഓരോ ഈ സെല്ലുകൾ തമ്മിലുള്ള വോൾട്ടേജിന്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേമാതിരി തന്നെ ഇത് ഡിസ്ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വാട്ട്സിലാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര ആംപിയറിലാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റും. അതേമാതിരി തന്നെ ചാർജ് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ആംപിയറിലാണ് ചാർജ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബാലൻസ് നമുക്ക് എത്ര മണിക്കൂർ വർക്ക് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം കറക്റ്റ് ആയിട്ട് അതിൽ കാണാൻ പറ്റും. പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര AH ബാലൻസ് ഉണ്ട് ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് അതിൽ കറക്റ്റ് ആയിട്ട് ഇത്ര ആംപിയർ ഇത്ര AH ബാലൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ആപ്പിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഈ പുറകിലിരിക്കുന്ന ഈ സാധനം എന്താ സാർ? അതായത് ഇത് ഒരു പ്രത്യേകം വരുന്നൊരു യൂണിറ്റിന് വേണ്ടി ഉണ്ടാക്കിക്കുന്നതാണ്. ജസ്റ്റ് നമ്മളിവിടെ ലിഥിയം ബാറ്ററി തന്നെയാണ്. ഇത് പല പർപ്പസിന് വേണ്ടിയിട്ടും ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവരുടെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ലിഥിയം ബാറ്ററി നമ്മൾ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കസ്റ്റമേഡായിട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത്. ഈ ഒരു മോഡല് 48 വോൾട്ട് 100 AH ആണ്. 48 വോൾട്ട് 100 AH ആണ്. ഇത് നമുക്ക് ഡിസ്പ്ലേ ഉണ്ടല്ലോ? ആ ഡിസ്പ്ലേ ഉണ്ട്. ഡിസ്പ്ലേ നമുക്ക് ഓൺ ആക്കാൻ പറ്റും. ഇത് സ്മാർട്ട് ആണോ? അത് സ്മാർട്ട് ആണ്. ടച്ച് ഡിസ്പ്ലേ ആണോ സാർ? ടച്ച് ആണ് വരുന്നത്. ഡിസ്പ്ലേ എല്ലാം ടച്ച് ആണ് വരുന്നത്. ബാറ്ററിയുടെ എല്ലാ കാര്യങ്ങളും അറിയാം. ഡിസ്പ്ലേ വഴി അറിയാം. അതുപോലെ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ കണക്ട് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. നോർമൽ ടെർമിനലാണ് വരുന്നത്. ഇപ്പൊ സാധാരണ ഇൻവെർട്ടറിന് വരുന്ന ആ സെയിം തന്നെ ഇതിൽ വരുന്നത്. നോർമൽ ഇൻവെർട്ടറിൽ ഇത് കണക്ട് ചെയ്താൽ നോർമൽ നമ്മുടെ ആഡ് തന്നെ ആക്ച്വലി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തില് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയാ ട്യൂബുലർ ബാറ്ററി മാറ്റിയിട്ട്
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ തന്നെ ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽ ഏതാ സാറേ ഇത്? ഇത് ക്രാങ്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആക്ച്വലി. ഇത് നമ്മളെ ഫോർക്ക് ലിഫ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്. ഇതല്ലയോ? ഫോർക്ക് ലിഫ്റ്റിന് വേണ്ടിയിട്ട് ഹെവി കേബിൾ. അതാണ് ഹെവി കേബിൾസ്. ഇത് ക്രാങ്കിങ് പർപ്പസിന് വേണ്ടി വരുന്നതാണ്.